Hello students. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ബിസിനസ് ഇക്കണോമിക്സിന്റെ തേർഡ് ലെസണിലെ സെക്കൻഡ് പാർട്ട് ബഡ്ജറ്റ് ലൈൻ. A budget line shows how much of the income of consumer is allocated for each of the two commodities, say X and Y. അതൊരു ബഡ്ജറ്റ് ലൈൻ കാണിക്കുന്നത് കൺസ്യൂമർ തന്റെ ഇൻകം രണ്ട് സാധനങ്ങൾ അതായത് എക്സ് ആൻഡ് വൈ എന്നുള്ള രണ്ട് കമ്മോഡിറ്റീസിൽ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. In simple words, it shows the quantity of two goods bought at their fixed prices with the available income. നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺസ്യൂമറിന്റെ കൈവശം കുറച്ച് എമൗണ്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം ഉപയോഗിച്ചിട്ട് നിശ്ചിത വിലയുള്ള രണ്ട് സാധനങ്ങൾ എത്ര അളവ് വാങ്ങുന്നു എന്നതിനെ കാണിക്കും. നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. സപ്പോസ് കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് ₹1000. അതായത് കൺസ്യൂമറിന്റെ കൈവശമുള്ള ഇൻകം എന്ന് പറയുന്നത് 1000 രൂപ. രണ്ട് കമ്മോഡിറ്റീസ് ആണല്ലോ അയാൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. ആ രണ്ട് കമ്മോഡിറ്റീസിന്റെ വിലയാണ് പ്രൈസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ₹25, പ്രൈസ് ഓഫ് വൈ എന്ന് പറയുന്നത് ₹10. ഇനി കൺസ്യൂമർ തന്റെ ഇൻകം മുഴുവനും വൈ എന്ന കമ്മോഡിറ്റി വാങ്ങാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദ കൺസ്യൂമർ ഹാസ് ടു പർച്ചേസ് 100 യൂണിറ്റ്സ് ഓഫ് വൈ. ഓക്കെ, അതായത് തന്റെ ഇൻകം മുഴുവൻ അയാൾ എന്തിലേക്ക് മാറ്റി വെച്ചു? കമ്മോഡിറ്റി വൈ വാങ്ങാനായിട്ട് മാറ്റിയപ്പോൾ ഒരു യൂണിറ്റ് പോലും എക്സ് വാങ്ങാതെ അയാൾ എന്ത് ചെയ്തു? 100 യൂണിറ്റ്സ് ഓഫ് വൈ പർച്ചേസ് ചെയ്തു. ഇനി അയാൾക്കുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ തന്റെ ഇൻകം മുഴുവനും എക്സ് എന്ന കമ്മോഡിറ്റി വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ അയാൾ എക്സ് മാത്രമാണ് വാങ്ങാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കൺസ്യൂമറിന് 40 യൂണിറ്റ്സ് ഓഫ് എക്സും നോ യൂണിറ്റ്സ് ഓഫ് വൈയും അയാൾ പർച്ചേസ് ചെയ്യും. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് തന്റെ ഇൻകം ഈ രണ്ട് കമ്മോഡിറ്റീസിനും ആയിട്ട്, അതായത് ഹി ക്യാൻ ബൈ സം ക്വാണ്ടിറ്റീസ് ഓഫ് ബോത്ത്. അപ്പോൾ ഇവിടെ കൺസ്യൂമറിന് 3 ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഹി ക്യാൻ ബൈ 100 യൂണിറ്റ്സ് ഓഫ് വൈ, or second one, he can buy 40 units of X, and third one is he can buy some quantities of both. ഇനി നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ലൈനെ താഴെ കാണുന്ന ഡയഗ്രത്തിന്റെ ഹെൽപ്പോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാം. ഈ ഡയഗ്രത്തില് കമ്മോഡിറ്റി വൈ നമ്മൾ വൈ ആക്സിലും കമ്മോഡിറ്റി എക്സ് ആണ് എക്സ് ആക്സിലും മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഫുൾ എമൗണ്ട് കൺസ്യൂമർ വൈ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്താൽ അയാൾക്ക് പർച്ചേസ് ചെയ്യാനാകുന്ന 100 യൂണിറ്റ്സ്, അതാണ് നമ്മളുടെ എ എന്ന പോയിന്റ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫുൾ എമൗണ്ട് കമ്മോഡിറ്റി എക്സ് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യായത് അയാൾക്ക് വാങ്ങാനാകുന്നത് നമ്മൾ പറഞ്ഞല്ലോ 40 യൂണിറ്റ്സ്. ആ 40 യൂണിറ്റ്സ് ആണ് ബി എന്ന പോയിന്റ് കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ എയും ബിയും നമ്മൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ കർവാണ് അല്ലെങ്കിൽ ലൈനാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബിറ്റ്വീൻ എ ആൻഡ് ബിയില് ആ കൺസ്യൂമറിന് രണ്ട് എക്സ് ആൻഡ് വൈ വാങ്ങാനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. നമുക്ക് ഡയഗ്രത്തിലേക്ക് വരാം. ഇഫ് യു ജോയിൻ പോയിന്റ്സ് എ ആൻഡ് ബി വി ഗെറ്റ് പ്രൈസ് ലൈൻ ഓർ ബഡ്ജറ്റ് ലൈൻ. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. നമ്മൾ ഇതിനു മുൻപേ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഈ രണ്ട് കർവുകളെ യോജിപ്പിച്ചാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഇൻഡിഫറൻസ് കർവും അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും ടാൻജന്റ് ആകുന്ന പോയിന്റിലാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാം. എ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി ബിറ്റ്വീൻ ദ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദ ഇൻഡിഫറൻസ് കർവ്. കൺസ്യൂമർ എവിടെയാണ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത്? ദ പോയിന്റ് ഓഫ് ടാൻജൻസി ബിറ്റ്വീൻ ബഡ്ജറ്റ് ലൈൻ ആൻഡ് ദ ഇൻഡിഫറൻസ് കർവ്. The consumer attains equilibrium when he gets the maximum satisfaction with the available income and the price of two commodities. ഒരു കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നത് കുറഞ്ഞ അല്ലെങ്കിൽ അയാളുടെ ഇൻകം ഉപയോഗിച്ച് രണ്ട് സാധനങ്ങൾ വാങ്ങി ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നിടത്താണ്. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണെന്ന്? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് അവൈലബിൾ ഇൻകം. വി ക്യാൻ എക്സ്പ്ലെയിൻ this topic with the help of following diagram. അതിനു മുൻപ് കുറച്ച് അസംഷൻസ് ഉണ്ട്, 5 അസംഷൻസ് ഉണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ, the consumer has an indifference map showing various scale of preference. കൺസ്യൂമറിന്
ഒരു ഇൻഡിഫറൻസ് മാപ്പ് ഉണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ആണ്. ഈ ഇൻഡിഫറൻസ് കർവിലെ മാപ്പില് ഹയർ ഇൻഡിഫറൻസ് കർവുകള് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുമെന്നും ലോവർ ഇൻഡിഫറൻസ് കർവുകള് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ കൺസ്യൂമർ ഹാസ് ആൻ ഇൻഡിഫറൻസ് മാപ്പ് ഷോയിങ് വേരിയസ് സ്കെയിൽ ഓഫ് പ്രിഫറൻസ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഹി ഹാസ് ഗിവൺ ആൻ എമൗണ്ട് ഓഫ് മണി ടു സ്പെൻഡ്. അതായത് കൺസ്യൂമറിന്റെ കയ്യിൽ ഒരു നിശ്ചിത ഇൻകം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉണ്ട് എന്നർത്ഥം. Third one, the price of goods are given and then do not change during the course of action. അതായത് ഈ ഒരു നമ്മൾ പറഞ്ഞല്ലോ, അയാൾ പർച്ചേസിങ് നടത്തുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആ സമയത്ത് അയാളുടെ സാധനങ്ങളുടെ വിലയും അതോടൊപ്പം തന്നെ കയ്യിലുള്ള പണത്തിന്റെ അളവും മാറുന്നില്ല. ഗുഡ്സ് ആർ ഹോമോജീനിയസ് ആൻഡ് ഡിവിസിബിൾ. വാങ്ങുന്ന സാധനങ്ങൾ എങ്ങനെയുള്ളതാണ്? ഹോമോജീനിയസ്, ഏകരൂപത്തോടു കൂടിയതും അതോടൊപ്പം തന്നെ അവ ഡിവിസിബിളുമാണ്. ദ കൺസ്യൂമർ ബിഹേവ്സ് ഇൻ എ റാഷണൽ മാനർ. കൺസ്യൂമർ എങ്ങനെയാണ് റാഷണൽ? നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടിയ വിലയില് കുറഞ്ഞ അളവും അതേപോലെ തന്നെ എപ്പോഴും ഹയർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഈ റാഷണൽ മാനർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. ഡയഗ്രത്തിലേക്ക് നോക്കാം. ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാനാകുന്നത് 4 ഇൻഡിഫറൻസ് കർവുകൾ, അതായത് IC1, IC2, IC3 ആൻഡ് IC4. പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് ലൈൻ കാണാൻ പറ്റുന്നുണ്ട്, AB. ഈ ബഡ്ജറ്റ് ലൈൻ അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ്സും 3 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഒന്ന് പോയിന്റ് A, മറ്റൊന്ന് പോയിന്റ് Q, അതേപോലെ തന്നെ പോയിന്റ് R. ഇവിടെ നമ്മൾ പറയും പോയിന്റ് Q ഈസ് ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ കൺസ്യൂമർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നത് Q എന്ന പോയിന്റിലാണ്. കാരണം ഈ Q എന്ന പോയിന്റ് കിടക്കുന്നത് IC2 എന്ന ഇൻഡിഫറൻസ് കർവിലാണ്. മറ്റു 2 പോയിന്റുകളും Pയും അതേപോലെ തന്നെ Rഉം ലൈ ചെയ്യുന്നത് ലോവർ ഇൻഡിഫറൻസ് കർവായ IC1ലാണ്. ഓക്കെ, നമുക്ക് ഡയഗ്രത്തിലേക്ക് വരാം. ഇൻ ദ ഡയഗ്രാം there are 4 indifference curves and a price line AB. The budget line is tangent to the IC1 at point Q. The budget line AB shows different combinations of goods which a consumer can buy with a given income knowing their respective prices. അതായത് ഈ ഇൻഡിഫറൻസ് കർവുകൾ നമുക്ക് കാണാനാകുന്ന എന്താണ്? കൺസ്യൂമർക്ക് തന്റെ ഇൻകം ഉപയോഗിച്ച് വാങ്ങാനാകുന്ന 2 കമ്മോഡിറ്റീസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. In order to maximize his satisfaction, the consumer will try to reach highest indifference curve in the map. കൺസ്യൂമർ തന്റെ സാറ്റിസ്ഫാക്ഷനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. The price line forces him to remain within the limits set forth by the line and cannot reach an indifference curve higher to the price level. അതായത് നമുക്കറിയാം ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ ഉദ്ദേശിക്കുന്നത് തന്റെ കൈവശമുള്ള ഇൻകം കൊണ്ട് കൺസ്യൂമറിന് വാങ്ങാനാകുന്ന ലെവൽ ഓഫ് കമ്മോഡിറ്റീസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ കൺസ്യൂമറിന് വാങ്ങാനാകുന്ന മാക്സിമം അളവാണ് നമ്മൾ ആ AB എന്ന ബഡ്ജറ്റ് ലൈൻ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. The price line AB touches the IC2 indifference curve ആണ് IC2 and the point Q. ഇവിടെ ഇൻഡിഫറൻസ് കർവ് IC2വില് AB എന്ന പ്രൈസ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് Q ആണ്. ദ പോയിന്റ് ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഈ Q എന്ന പോയിന്റ് ആണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ്. അറ്റ് പോയിന്റ് Q, പ്രൈസ് ലൈൻ AB will be tangent to IC2. For example, the price line passes through points P and R. നമ്മൾ പറഞ്ഞല്ലോ 3 പോയിന്റുകളില് ഇവ ടാൻജൻസി സംഭവിക്കുന്നുണ്ട്. ഒന്ന് P, പിന്നെ നമ്മൾ പറഞ്ഞു R ആൻഡ് Q ആണെന്ന്. അതിനകത്ത് Qനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു. എന്നാൽ P ആൻഡ് R എന്താണ് കൺസ്യൂമർ സെലക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അയാൾ എന്താണ് അവിടെ മാക്സിമം സാറ്റിസ്ഫാക്ഷനിൽ എത്താത്തതിന് കാരണം എന്ന് പറയുന്നത് ഈ P എന്ന പോയിന്റും അതോടൊപ്പം തന്നെ Rഉം ലൈ ചെയ്തിരിക്കുന്നത് ലോവർ ഇൻഡിഫറൻസ് കർവിലാണ്. അതുകൊണ്ടാണ് ഈ 2 പോയിന്റില് കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ പോയിന്റ് Q ആണ് എന്തെന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് വിച്ച് ലൈസ് IC2, ഇൻഡിഫറൻസ് കർവ് IC2. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം, ഇൻകം ഇഫക്റ്റ്.
നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പഠിച്ചപ്പോഴേക്കും രണ്ട് അസംഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് ഒന്ന്, കൺസ്യൂമറിന്റെ ഇൻകം റിമൈൻ കോൺസ്റ്റന്റ് ആണ്, അതോടൊപ്പം തന്നെ പ്രൈസ് ഓഫ് ടു ഗുഡ്സ് റിമൈൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അസംഷൻ അതൊക്കെ ആണെങ്കിലും റിയാലിറ്റിയിൽ നമുക്ക് ചില മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആ മാറ്റങ്ങൾ എന്ത് ഇഫക്റ്റ് ആണ് കൺസംഷനിൽ വരുത്തുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഇൻകം ഇഫക്റ്റ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പ്രൈസ് ഇഫക്റ്റ്, അങ്ങനെ 3 പോയിന്റുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, then income effect. In the indifference curve analysis, we have made 2 assumptions. One assumption is that the income of the consumer remain constant. Second assumption is that the price of 2 goods remain constant. But in reality, these assumptions can change. And the change in income and price will affect consumers' equilibrium. കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയത്തിനെ ഈ 2 ഘടകങ്ങളിലെ മാറ്റവും അഫക്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പോയിന്റിലേക്ക് വരുമ്പോഴേക്കും ഒരു ഡയഗ്രാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫോളോ. അതായത് നമുക്ക് ഇൻകം ഇഫക്റ്റ് നമുക്ക് താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഡയഗ്രത്തില് 3 ഇൻഡിഫറൻസ് കർവുകളാണുള്ളത്. IC1, IC2 ആൻഡ് IC3. അതോടൊപ്പം തന്നെ 3 ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈനുകൾ നമുക്ക് കാണാം. ഒന്ന് A1 B1, A2 B2, A3 B3. ഈ 3 പോയിന്റുകളും അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവുകളും അതേപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും 3 പോയിന്റുകളിൽ ടാൻജന്റ് ആവുന്നതായിട്ട് അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അത് Q1, Q2 ആൻഡ് Q3 ആണ്. ഈ പോയിന്റുകളെ നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കർവ് ലഭിക്കുന്നതായിട്ട് കാണാം. അതാണ് ഇൻകം കൺസംഷൻ കർവ്, ICC എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പോയിന്റിലേക്ക് വരാം. ഇൻ ദ ഡയഗ്രാം, പ്രൈസ് ലൈൻ ഈസ് AB and the consumer is in original equilibrium at point Q1. When his income increases, he will be in equilibrium at point Q. On the new price line A2 B2, a further increase in his income will take him to higher indifference curve IC3, and he will be in equilibrium at point Q3. If we join all these points of equilibrium Q1, Q2 and Q3, we get a curve which is known as income consumption curve. Usually, the income consumption curve slopes upward to the right, implying that at higher levels of income, consumer is likely to buy more of a commodity. അതായത് ഈ IC നമ്മൾ പറഞ്ഞല്ലോ ഇൻകം കൺസംഷൻ കർവ്. ഈ ഇൻകം കൺസംഷൻ കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻകം വർദ്ധിക്കുമ്പോൾ അയാൾ എന്തും വർദ്ധിക്കുന്നതായി കാണാമെന്ന്, കൺസംഷനും വർദ്ധിക്കുന്നതായി കാണാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൺസ്യൂമറിന്റെ ഇൻകം ചേഞ്ച് ചെയ്താൽ മാത്രമല്ല സാധനങ്ങളുടെ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ഗുഡ്സ് ചേഞ്ച് ചെയ്താലും കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. When the price of good changes, the real income of the consumer or purchasing power of the consumer changes. സാധനങ്ങളുടെ വിലയിൽ മാറ്റം വരുമ്പോൾ കൺസ്യൂമറിന്റെ റിയൽ ഇൻകം മാറുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പർച്ചേസിംഗ് പവർ, അയാളുടെ സാധനങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റിയും മാറും എന്നർത്ഥം. It is assumed that when the price of good X falls, it becomes cheaper relatively to Y. അതായത് ഇവിടെ നമ്മൾ 2 കമ്മോഡിറ്റീസ് ആണ് എടുക്കുന്നത്, എക്സ് ആൻഡ് വൈ. അതില് എക്സിന്റെ വില കുറയുമ്പോൾ ഈ എക്സ് എന്തായി മാറുന്നു, കൺസ്യൂമറിന് ചീപ്പറായി മാറുന്നു. എന്തിനേക്കാളും, വൈ എന്ന കമ്മോഡിറ്റിനേക്കാളും. When the price of X falls, the real income of the consumer rises. ഇനി എപ്പോഴാണോ എക്സിന്റെ വില കുറയുന്നത് അപ്പോൾ കൺസ്യൂമറിന്റെ റിയൽ ഇൻകം വർദ്ധിക്കുന്നതായി കാണാം. ഇവിടെ റിയൽ ഇൻകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധനങ്ങൾ വാങ്ങാനുള്ള കൺസ്യൂമറിന്റെ കഴിവ് എന്നർത്ഥത്തിലേക്ക് എടുക്കാം. Simultaneously, the price of Y rises in such a manner to neutralize the cheapness of X. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് എക്സിന്റെ വില കുറഞ്ഞു, അപ്പോ എക്സ് എന്താ പറയാ വൈനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ചീപ്പറായി മാറും എന്ന് പറഞ്ഞു. ഇനി അതിന് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് അടുത്തൊരു പോയിന്റ് പറയാണ്, കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്ന വൈ എന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് റൈസ് ചെയ്തു.
അപ്പൊ എന്തുണ്ടാവുന്നത്? അയാളുടെ റിയൽ ഇൻകം എന്ന് പറയുന്നത് കുറയുന്നതായി കാണാം. വൈ വാങ്ങാൻ സാധിക്കുന്ന അളവ് കുറയും. അപ്പൊ ഇവിടെ ഒരു എക്സിന്റെ വിലയിലുണ്ടായ കുറവ് അയാളുടെ റിയൽ ഇൻകം വർദ്ധിപ്പിച്ചെങ്കിൽ വൈയുടെ വിലയിലുണ്ടായ വർധനവ് അയാളുടെ റിയൽ ഇൻകത്തെ കുറച്ചു. അതായത് ദ ഗെയിൻ ഇൻ റിയൽ ഇൻകം ഈസ് കോമ്പൻസേറ്റഡ് ബൈ റൈസ് ഇൻ ദ പർച്ചേസ് ഓഫ് ഡിയർ ഗുഡ്സ്. ദിസ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഡയഗ്രത്തില് കമ്മോഡിറ്റി വൈ എന്നുള്ളത് വൈ ആക്സിസിലും കമ്മോഡിറ്റി എക്സ് ആക്സിസിലും മാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു IC1 കർവും 2 ബഡ്ജറ്റ് കർവുകൾ അല്ലെങ്കിൽ ലൈനുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരെണ്ണം AB എന്ന ബഡ്ജറ്റ് ലൈനും മറ്റൊന്ന് A1 B1. കൺസ്യൂമർ 2 പോയിന്റില് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതായിട്ട് കാണാം. ഒന്ന് Qവും മറ്റൊന്ന് Q1ഉമാണ്. ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് Qവും അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ടുണ്ടായ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് Q1. നമുക്ക് പോയിന്റിലേക്ക് വരാം. ഇൻ ദിസ് ഡയഗ്രാം ഒറിജിനൽ ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് Q. The price line AB is tangent to IC curve at point Q. Now the relative price of X and Y changes. The relative price of X goods falls at Y good is increased. നമ്മൾ കണ്ടതാണ് എക്സിന്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ വൈയുടെ പ്രൈസ് കൂടുകയാണ് ചെയ്തത്. The price line AB has shifted to A1 B1. ആ ചേഞ്ച് കൊണ്ട് പ്രൈസ് ലൈൻ എന്ത് ചെയ്തു? AB-യിൽ നിന്ന് A1 B1-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. Which means that the good X has become cheaper and good Y dearer than before. The new equilibrium point is Q1. അങ്ങനെ പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടി, അത് Q1 ആണ്. Which lies on the same indifference curve. ആ Q1 എന്ന പോയിന്റ് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സെയിം ഇൻഡിഫറൻസ് കർവിലാണ്. ഏത് കർവാണ് മാറി അല്ലെങ്കിൽ ഏത് ലൈനാണ് മാറിയത്? അതിന്റെ ബഡ്ജറ്റ് ലൈനായ AB മാറിയിട്ട് A1 B1 ആയെന്ന് മാത്രം. The movement from Q to Q1, Qവിൽ നിന്നും Q1-ലേക്കുള്ള ആ മൂവ്മെന്റ് ആണ് എന്തായിട്ട് മാറുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. കാരണം ഇവിടെ പറയുന്നുണ്ട് ഗുഡ്സിന്റെ പർച്ചേസിംഗിൽ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ മാറ്റം വന്നെങ്കിലും കൺസ്യൂമറിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനിൽ മാറ്റമൊന്നും സംഭവിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പ്രൈസ് ഇഫക്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ കൺസ്യൂമറിന്റെ ഇൻകം മാറിയാലും അതോടൊപ്പം തന്നെ കമോഡിറ്റീസിന്റെ പ്രൈസ് മാറിയാലും കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം മാറുമെന്ന് പറഞ്ഞ ആ പോയിന്റിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് എന്നുള്ളത് പ്രൈസ് ഇഫക്റ്റ്. It is possible that the income of the consumer remains the same, but the price of commodities may change. When the price of one commodity change, the equilibrium of the consumer also changes. നേരത്തെ നമ്മൾ കണ്ടതിൽ 2 കമോഡിറ്റീസിന്റെയും പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ്. എന്നാൽ ഇവിടെ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയത്തിൽ എങ്ങനെ മാറ്റം വരുന്നു എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, the slope of the budget line of the കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം മാറും, അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പും ചേഞ്ച് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. When the price of good falls, the real income of the consumer increases. അതിന് കാരണം കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം മാറുമെന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം എന്താന്ന് പറയുന്നത് സാധനങ്ങളുടെ വില കുറയുമ്പോൾ കൺസ്യൂമറിന്റെ റിയൽ ഇൻകം വർദ്ധിക്കും. Then the consumer would shift to higher indifference curve. അതായത് കൺസ്യൂമറിന് കൂടുതൽ അളവ് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അപ്പോൾ കൺസ്യൂമർ ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. On the other hand, if the price of good rises, ഇനി നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് ആയിട്ട് സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോഴോ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഫാൾ ചെയ്യും, കൺസ്യൂമറിന്റെ റിയൽ ഇൻകം കുറയും. അപ്പൊ അയാൾ എന്ത് സംഭവിക്കും? Then he would shift to lower indifference curve. അപ്പൊ കൺസ്യൂമർ എവിടേക്ക് മാറുന്നതായിട്ട് കാണാം? ലോവർ ഇൻഡിഫറൻസ് കർവിലേക്ക് മാറുന്നതായി കാണാം. The effective change in price of a good on the quantity of its purchase is known as price effect. ഉണ്ടോ? അങ്ങനെ പ്രൈസിലുണ്ടായ മാറ്റം കൊണ്ട് കൺസ്യൂമർ വാങ്ങുന്ന സാധനങ്ങളുടെ അളവിലുണ്ടായ മാറ്റമാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രൈസ് ഇഫക്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ഇഫക്റ്റ് ഈസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. നമുക്ക് ഈ പ്രൈസ് ഇഫക്റ്റിനെ താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഡയഗ്രത്തിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാനാകുന്നത് 3 ബഡ്ജറ്റ് ലൈനുകൾ കാണാം. AB1, AB2 അങ്ങനെ 3 കാണാം. അതേപോലെ തന്നെ 3 ഇൻഡിഫറൻസ് കർവ്സുകൾ കാണാം. IC1, IC2, IC3. അതേപോലെ തന്നെ 3 ഇക്വിലിബ്രിയം പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. E1, E2. ഇക്വിലിബ്രിയം പോയിന്റുകൾ യോജിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു PCC ഒരു കർവ് കിട്ടുന്നതായി കാണാം. അതാണ് നമ്മൾ പറയുന്നുണ്ട് പ്രൈസ് കൺസംഷൻ കർവ്. ഓക്കെ, നമ്മുടെ ഡയഗ്രത്തില് കമ്മോഡിറ്റി X is measured along the OX axis and commodity Y is measured along the OY axis. Money income of the consumer remain constant. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൺസ്യൂമറിന്റെ മണി ഇൻകത്തില് മാറ്റമൊന്നുമില്ല, മാറുന്നത് റിയൽ ഇൻകം ആണ്. The price line is AB. The consumer reaches at the equilibrium point E where അങ്ങനെ അതിന്റെ പ്രത്യേകത എന്താണ്? The price line AB is tangent to the indifference curve IC1. ആദ്യത്തെ ഒറിജിനൽ കണ്ടീഷനില് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഇ എന്ന പോയിന്റിലാണ്. ഇ എന്ന പോയിന്റ് പ്രത്യേകത എന്താന്ന് പറഞ്ഞത്? ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ ആയ AB-യും ഇൻഡിഫറൻസ് കർവ് ആയ IC1-ഉം ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റില് കൺസ്യൂമറിന് വാങ്ങാനാകുന്നത് OM ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സും ON quantity of commodity Y-യുമാണ്. Okay. Then at point E, he can buy OM quantity of X and ON quantity of Y. Suppose the price of X falls. X-ന്റെ വില കുറഞ്ഞു. The real income of the consumer increases. കൺസ്യൂമറിന്റെ റിയൽ ഇൻകം വർദ്ധിച്ചു. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് 2 അസംപ്ഷൻ ഓർമ്മയിൽ വേണം. പ്രൈസ് ഓഫ് കമ്മോഡിറ്റി Yക്ക് മാറ്റമില്ല, അതോടൊപ്പം തന്നെ കൺസ്യൂമറിന്റെ മണി ഇൻകത്തിലും മാറ്റമില്ല. ഇവിടെ ദ കൺസ്യൂമർ ഷാൽ ബി ഏബിൾ ടു ബൈ മോർ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. ഇവിടെ കൺസ്യൂമറിന് എന്ത് സാധിക്കുന്ന പറയുന്നത്? കൂടുതൽ അളവ് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദ ബഡ്ജറ്റ് ലൈൻ ചേഞ്ചസ് ഇറ്റ്സ് സ്ലോപ്പ്. ഇവിടെ കൺസ്യൂമറിന് റിയൽ ഇൻകം വർദ്ധിച്ചതുകൊണ്ട് കൺസ്യൂമറിന് കൂടുതൽ അളവ് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നത് കൊണ്ടും ഈ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ കിട്ടുന്നതായിട്ട് കാണാം. ആ ബഡ്ജറ്റ് ലൈൻ ആണ് എന്നുള്ളത് AB1 എന്ന് പറയുന്നത്. Here the price line, when here the price of X falls, real income of the consumer increase ചെയ്തു. Hence the price line shifted to AB1. Now the consumer reaches at a new equilibrium point, that is E1. ഈ E1 എന്ന പോയിന്റില് he can buy OM1 quantity of X and ON quantity of Y. Suppose the price of X falls further. വീണ്ടും എക്സിന്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ എന്ത് സാധിക്കുന്ന പറയുന്നത്? കൺസ്യൂമറിന്റെ റിയൽ ഇൻകം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ പ്രൈസ് ലൈൻ വീണ്ടും AB-യിൽ നിന്നും AB2-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് E2. ഓക്കെ, എന്താ എങ്ങനെ E2 നമുക്ക് കിട്ടിയത്? ദ ബഡ്ജറ്റ് ലൈൻ AB2-ഉം അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ഇന്റർസെക്ട് ചെയ്ത പോയിന്റില്. ഇവിടെ കൺസ്യൂമറിന് പർച്ചേസ് ചെയ്യാനാകുന്ന എക്സിന്റെ അളവ് വീണ്ടും OM2-ലേക്ക് വർദ്ധിച്ചതായിട്ടും വൈയുടെ അളവ് ON2-ലേക്ക് വർദ്ധിച്ചതായിട്ടും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? കമോഡിറ്റി എക്സിന്റെ വില കുറയുകയും വൈയുടെ പ്രൈസ് മാറാതിരിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കൺസ്യൂമറിന് പർച്ചേസ് ചെയ്യാനാകുന്ന സാധനങ്ങളുടെ അളവില് മാറ്റം സംഭവിക്കുന്നതായി കാണാം. നമ്മൾ ഈ പോയിന്റുകൾ പറഞ്ഞല്ലോ, E1, E2. ഈ പോയിന്റുകളെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കർവാണ് പ്രൈസ് കൺസംഷൻ കർവ്. ഈ പ്രൈസ് കൺസംഷൻ കർവിനെ നമ്മൾ പ്രൈസ് ഓഫർ കർവ് എന്ന് വിളിക്കാറുണ്ട്. ഇതാണ് അടുത്ത പോയിന്റ്. When we join all these points of equilibrium, we get a curve. This curve is called price consumption curve. It is also called price offer curve. ഇനി എന്തൊക്കെയാണ് ഇൻഡിഫറൻസ് കർവിന്റെ യൂസസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്.
ആ ലോ ഓഫ് ഡിമാൻഡിനെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഹെൽപ്ഫുൾ ആണ്. സെക്കൻഡ് വൺ, പ്രൊഫസർ എഡ്ജ്വർത്ത് അപ്ലൈഡ് ദിസ് ടെക്നിക് ടു എക്സ്പ്ലെയിൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. അതായത് എഡ്ജ്വർത്ത് എന്ന ഇക്കോണമിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഈ ഇൻഡിഫറൻസ് കർവ് എന്ന ടെക്നിക്കിനെ സാധനങ്ങളെ രണ്ട് വ്യക്തികൾക്കിടയിൽ എക്സ്ചേഞ്ച് ചെയ്യണേൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. Then it is useful in the field of taxation. ടാക്സേഷൻ ഫീൽഡിലും ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആണ്. ഇറ്റ് ഹെൽപ്സ് us to study the effect of taxes on cost, prices and profit. ഇത് നമ്മൾ എന്തിനു സഹായിക്കുന്നു പറയുന്നത്, ഈ ടാക്സിന്റെ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് പ്രൈസിലെ പ്രോഫിറ്റിലേക്ക് ഇഫക്റ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കും. The technique is used to explain producers equilibrium. നേരത്തെ നമ്മൾ കണ്ടതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കുന്നു പറഞ്ഞു. കൂടാതെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് യൂസ്ഫുൾ ആണെന്ന്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് ആകുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തേത്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. തേർഡ് വൺ, show the income effect and substitution effect using indifference curve. Then fourth one, examine consumers equilibrium using indifference curve technique. Then last one, can two indifference curve intersect with each other by? അതായത് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾക്ക് കൂട്ടിമുട്ടാൻ സാധിക്കുമോ, എന്തുകൊണ്ട്? ഓക്കെ, താങ്ക് യു.